നമ്മുടെ നമ്മുടെ നാട്ടിലെ സാധാരണപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി, അവരുടെ ഭാവിക്ക് വേണ്ടി, നാടിന് വേണ്ടി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാരെ പ്രതിനിധീകരിച്ചുകൊണ്ട്, വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ന് പാർലമെന്റിലേക്ക് CJPയുടെയും SFI ഉൾപ്പെടെയുള്ള മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിനെതിരെ അതിക്രൂരമായ മർദ്ദനമാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഡൽഹി ഗവൺമെന്റ് അഴിച്ചുവിട്ടിരിക്കുന്നത്. 20 ദിവസമായൊരു മനുഷ്യൻ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് നിരാഹാരം കിടന്നു. വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാർ നിരാഹാരം കിടന്നു. സോനം വാങ്ചുക്കിനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അപഹരിച്ചു കൊണ്ടുപോകുന്നത് പോലെ സമരം ചെയ്ത വേദിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി. ആ തട്ടിക്കൊണ്ടുപോയ വേളയിൽ തന്നെ SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും ജോയിന്റ് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ അവിടെ സമരം ആരംഭിച്ചു, നിരാഹാര സമരം ആരംഭിച്ചു. ഇങ്ങനെ രാജ്യത്തെ വിദ്യാർത്ഥികൾ പട്ടിണി കിടക്കുമ്പോൾ, വിദ്യാഭ്യാസ പ്രവർത്തകർ പട്ടിണി കിടക്കുമ്പോൾ, സത്യാഗ്രഹം ഇരിക്കുമ്പോൾ, പട്ടിണി സമരത്തിലേക്ക് നീക്കപ്പെടുമ്പോൾ, ലക്ഷക്കണക്കിന് വരുന്ന വേദികളിൽ വിദ്യാർത്ഥികൾ സമരം ഉന്നയിക്കുമ്പോൾ അവരോടൊന്ന് ചർച്ച ചെയ്യുക എന്നത് ജനാധിപത്യത്തിന്റെ ബാലപാഠമാണെന്ന് എന്തുകൊണ്ടാണ് രാജ്യം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന് മനസ്സിലാവാതെ ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്നാണ് പാഠപുസ്തകത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. NCERT പാഠപുസ്തകത്തിൽ ഡെമോക്രസിയെ പറ്റി പറയുന്നത് ഡെമോക്രസി രാജ്യത്ത് സുതാര്യത ഉറപ്പുവരുത്തുമെന്നാണ്, അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കുമെന്നാണ്. എന്നാൽ എവിടെയാണ് സാർ രാജ്യത്ത് അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത, ജനാധിപത്യമില്ലാത്ത, സുതാര്യതയില്ലാത്ത, മനുഷ്യന് പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ അവന്റെ വികാരങ്ങൾ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനോട് തുറന്നു പറയാൻ ഒരു അവസരം പോലും ഇല്ലാത്ത ഒരു സ്വേച്ഛാധിപത്യ ഭരണം പോലെ തോന്നിക്കുന്ന പ്രതീതി രാജ്യം ഭരിക്കുന്നിടത്ത് ഉണ്ടാവുകയാണ്. ഇതാണോ ജനാധിപത്യ ഇന്ത്യ? ഇതാണോ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും സ്വാതന്ത്ര്യ സമര പോരാളികളും പോരാട്ടം നയിച്ച് നേടിത്തന്ന ഇന്ത്യ? ഞങ്ങൾ ഈ നാടിന്റെ അവകാശികളാണ്, ഞങ്ങൾ ഇന്ത്യക്കാരാണ്, ഇന്ത്യ എന്ന രാജ്യത്തിൽ അഭിമാനം കൊള്ളുന്നവരാണ്. എന്നാൽ ഇന്ന് രാജ്യം ഭരിക്കുന്നവരാൽ അപമാനിക്കപ്പെടുന്നു എന്നത് ഞങ്ങൾ തലകുനിച്ച് രാജ്യത്തെ മനുഷ്യരോട് പറയുകയാണ്. രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് നേരെ ഇന്നുണ്ടായ ആക്രമണം ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. 30-ലധികം വരുന്ന SFI പ്രവർത്തകർക്ക് രാജ്യ തലസ്ഥാനത്ത് ഇന്ന് നടന്ന പ്രക്ഷോഭത്തിൽ മൃഗീയമായ മർദ്ദനമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇന്നിവിടെ സമരം നിങ്ങൾ കണ്ടതാണല്ലോ. ഞങ്ങൾ പ്രതിഷേധം നടത്തി, മുദ്രാവാക്യം വിളിച്ചു, പ്ലക്കാർഡ് പിടിച്ചു, ബാനർ പിടിച്ചു, കൊടി പിടിച്ചു, ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞു അവസാനിപ്പിച്ചു. ഇതേ നിലയിലാണ് രാജ്യത്ത് സമരവും അവർ നയിച്ചത്. എന്നാൽ അങ്ങനെ സമാധാനപരമായി സമരം ചെയ്യുമ്പോഴും തല്ലി ഓടിക്കപ്പെടേണ്ടവരാണ്, ആട്ടിപ്പായിക്കപ്പെടേണ്ടവരാണ് ഈ നാടിനെ നാളെ നയിക്കേണ്ട വിദ്യാർത്ഥികളെന്ന് മനുഷ്യത്വമുള്ള ആർക്കെങ്കിലും തോന്നുന്ന കാര്യമാണോ? അപ്പോൾ മനുഷ്യത്വ വിരുദ്ധമായ ഒരു സമീപനം, വളരെ ബ്രൂട്ടലായ ഒരു സമീപനം രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിൽ നിന്ന് തുടർച്ചയായി ഉണ്ടാവുന്നു. വിദ്യാർത്ഥികളെ കേൾക്കാൻ, അവരുടെ പ്രശ്നം മനസ്സിലാക്കാൻ രാജ്യം ഭരിക്കുന്നവർ തയ്യാറാവുന്നില്ലെന്ന് മാത്രമല്ല, രാജ്യം ഭരിക്കുന്നവർ ഈ സമരത്തെ അഡ്രസ് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, അതിനെ എന്താണ് അതിൻ്റെ ന്യായമായ മുദ്രാവാക്യമെന്ന് പരിശോധിക്കാൻ പോലും തയ്യാറാവാത്തത് അത്യന്തം ജനാധിപത്യ വിരുദ്ധമാണെന്ന് ഞങ്ങൾ പറയുന്നു. ഒപ്പം രാജ്യത്തിൻ്റെ പ്രതിപക്ഷത്തെ നയിക്കേണ്ട കോൺഗ്രസ് ഈ സമരത്തോട് സ്വീകരിക്കുന്ന സമീപനവും ഗൗരവമായി നാം പരിശോധിക്കേണ്ടതാണ്. രാജ്യത്തൊരു പ്രതിപക്ഷ നേതാവുണ്ട്, രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ഈ പോരാട്ടത്തിന്റെ നെറുകയിലേക്ക് കടന്നു വരണമെന്ന് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നു, ഇന്ന് കൊടിയ അക്രമം രാജ്യത്തെ വിദ്യാർത്ഥികൾ, ഇന്ത്യയിലെ മനുഷ്യർ നേരിടേണ്ടി വരുമ്പോഴും പ്രതികരിക്കാൻ നമുക്കൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാവുന്നില്ലല്ലോ എന്ന് നമുക്ക് ആശങ്കപ്പെടേണ്ടി വരികയാണ്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും തിരുത്തണം. ഞങ്ങൾ അഭ്യർത്ഥിക്കുക, ഞങ്ങൾ അവരോട് ആവശ്യപ്പെടുകയോ വാശി പിടിക്കുകയോ, നിങ്ങൾ തിരുത്തണം. നിങ്ങൾ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ കണ്ണു തുറന്ന് കാണാൻ തയ്യാറാവണം. നിങ്ങൾ സ്വന്തം നിലയ്ക്ക് പ്രക്ഷോഭം നടത്തിക്കോ, ഞങ്ങൾക്ക് പരാതിയില്ല. SFIയുടെ പ്രക്ഷോഭത്തിലേക്ക് കോൺഗ്രസ്സുകാർ വരണം എന്ന് ഞങ്ങൾ പറയുന്നില്ല. CJPയുടെ പ്രക്ഷോഭത്തിലേക്കും കോൺഗ്രസ് നേതൃത്വവും പ്രതിപക്ഷ നേതാവും വരണമെന്ന് ഞങ്ങൾ പറയാൻ ആളല്ല. പക്ഷേ രാജ്യത്ത് പ്രക്ഷോഭം നടത്തിയതിൻ്റെ പേരിൽ, സമരം ചെയ്തതിൻ്റെ പേരിൽ, രാജ്യത്തെ വിദ്യാർത്ഥികളുടെ അവകാശത്തിന് വേണ്ടി പോരാട്ടം നയിച്ചതിൻ്റെ പേരിൽ മനുഷ്യർ ആക്രമിക്കപ്പെടുമ്പോൾ ആ ആക്രമിക്കപ്പെടുന്ന മനുഷ്യന് വേണ്ടി സംസാരിക്കാൻ രാഷ്ട്രീയ വ്യത്യാസവും പകയും എല്ലാം മാറ്റിവെച്ച് രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് കൂടി തയ്യാറാവണമെന്ന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താതെ ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. രാജ്യത്തെ ഈ ഐതിഹാസികമായ സമരം കർഷക സമരത്തെയും തൊഴിലാളി സമരത്തെയും അനുസ്മരിക്കുന്ന പോരാട്ടമാണ്. അതിൽ CJPയും SFIയും മറ്റ് വിദ്യാർത്ഥി സംഘടനകളും ശ്രദ്ധേയമായ പങ്ക് ഇന്ന് രാജ്യത്ത് വഹിക്കുന്നുണ്ട്. ആ പോരാട്ടത്തിന് നിങ്ങൾ മാധ്യമങ്ങളുടെ കൂടി പിന്തുണ വേണം എന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു.
രാജ്യത്തെ മാധ്യമങ്ങൾ, പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങൾ ഈ സമരത്തോട് മുഖം തിരിഞ്ഞ സമീപനം സ്വീകരിക്കുന്നു എന്ന് മാത്രമല്ല, സമരത്തെ പൂർണ്ണമായി തമസ്കരിക്കുന്ന വാർത്തകൾ അവർ കൊടുക്കുന്നു, തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു, സമരത്തിനെതിരായ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന യന്ത്രമായി രാജ്യത്തെ പ്രധാനപ്പെട്ട മീഡിയ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ എല്ലാ ഘട്ടത്തിലും പുരോഗമന സഭ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. അത് നിങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ തയ്യാറാവണം. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റും മുഖ്യമന്ത്രിയും കാണുന്നതൊക്കെ നിങ്ങൾ വാർത്ത കൊടുത്തോ, പക്ഷെ അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത. രാവെന്നോ പകലെന്നോ നിങ്ങൾ ആ നിലയിൽ പ്രതികരണം കൊടുത്ത് വഴി ഈ പ്രക്ഷോഭത്തിൻ്റെ, വലിയൊരു പ്രക്ഷോഭത്തിൻ്റെ, രാജ്യത്തെ പ്രക്ഷോഭത്തിൻ്റെ ഒരു വാർത്താ പ്രാധാന്യത്തെ നശിപ്പിക്കരുതെന്നുകൂടി നിങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.